ഓ എല്ലാം തള്ളിമറിച്ചിട്ട് നിങ്ങൾക്ക് കണ്ണ് വയ്യെങ്കിൽ ആ കണ്ണാടി എടുത്ത് വെച്ചോണ്ട് എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഇരുന്നാ പോരെ. വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുക്കാൻ വന്നതാ, കൈ തട്ടി വീണതാണ്. കണ്ണാടി എവിടെ ഇരിപ്പുണ്ട്. ഇതെന്തോ ഇത് മരുന്ന് കടയോ? ഒന്നാമതേ മരുന്നിന്റെ സ്മെല്ല് പറഞ്ഞാൽ വീട്ടിലോട്ട് കേറാൻ വയ്യ, അതിന്റെ ഇടയ്ക്കൂടെ അത് വലിച്ചു വാരിയും കൂടെ ഇട്ടേക്കുക. ഈ തള്ളയെ കൊണ്ട് എനിക്കൊരു സ്വൈര്യമില്ലല്ലോ ദൈവമേ. ഇന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം ഈ തള്ളയുടെ കാര്യത്തില്. പഴം വിഴുങ്ങി പത്രം വായിച്ചോണ്ട് ഇരുന്നോ. നിങ്ങളുടെ അമ്മയെ കൊണ്ട് എനിക്കൊരു സ്വൈര്യം ഇല്ലാതായിരിക്കുക. ഒന്നെങ്കിൽ എന്നെ കൊച്ചിനെ കൊണ്ട് വേറെ വീട്ടിലോട്ട് മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ അതിൽ വൃദ്ധസ്ഥാനത്തിലും എല്ലാം കൊണ്ട് ആക്കണം. നിങ്ങൾ ഇതിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാനും എൻ്റെ കൊച്ചും എൻ്റെ വീട്ടിൽ പോകും. നിങ്ങൾ വന്ന് വിളിച്ചാൽ ഞാനങ്ങ് തിരിച്ചു വരുമെന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ പോയതായിരിക്കും. അമ്മ ഇന്ന് റെഡിയാവും, നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം. മക്കളിപ്പോൾ എന്നെ പുറത്തു പോകാനൊന്നും അല്ല വിളിക്കുന്നതെന്നറിയാം. എനിക്കറിയാം, അവൾ പറയുന്നതെല്ലാം ഞാൻ കേട്ട്. അല്ലെങ്കിലും അങ്ങനെ ആക്കളെ, മക്കൾ വലുതായി കഴിഞ്ഞാൽ മക്കൾക്ക് പുതിയ ബന്ധം വന്നു കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കളും എല്ലാവർക്കും ഒരു ഭാരമാണ്. അതുപോലെ തന്നെ ഞാനും. കുഴപ്പമില്ല മക്കളെ. അമ്മ അത് എൻ്റെ ഇഷ്ടത്തിനല്ല അമ്മയെ കൊണ്ടാക്കുന്നത്. അമ്മയ്ക്കെല്ലാം അറിയാടാ. നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് കുഞ്ഞിലെ നീ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എന്ന് നിന്നെ സ്കൂളിൽ കൊണ്ടുപോകും. എൻ്റെ കൈയും പിടിച്ച് നീ ഇങ്ങനെ വരും. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു കിടക്കുമ്പം നീ പാവിട്ട് കരയും. അമ്മ എന്നെയും കൂടെ കൊണ്ടുപോകുമ്പോൾ അമ്മ കരയും. അമ്മ തിരിഞ്ഞു നോക്കാതെ ഓടും. പക്ഷെ അന്ന് അമ്മ മോനെ സ്കൂളിലാണ് കൊണ്ടാക്കിയത്. ഇന്ന് എൻ്റെ മോൻ എൻ്റെ കൈയും പിടിച്ച് എന്നെ അനാഥാലയത്തിലോട്ട് കൊണ്ടാക്കാൻ പോവാം. നീ തിരിഞ്ഞു നോക്കൂ. ഞാൻ വിട്ട് കരഞ്ഞ കുഴപ്പമില്ല, അമ്മ കരയത്തില്ല. എന്തോ തീരുമാനിച്ചു? രണ്ടുപേർക്കും കുഴപ്പമില്ലാത്തൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. നീ അറിയണ്ട. പിന്നെ ഇപ്പോഴത്തെ പോലെ ഞാൻ വിളിക്കാൻ വരുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട.